അമ്മാവും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിയടാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? തനിക്കാൻ വെച്ചിട്ടുണ്ട്. മോനെ ശിവൻകുട്ടി, ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞാനിങ്ങ് ഓടി എത്തിയെന്ന് അറിയാമോ? എടാ മോനെ, നിനക്കൊരു നല്ല കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അവരിനി പറയില്ല, ചെയ്യേ ഉള്ളൂ. എടാ സുശീല, നീ ഇങ്ങ് വന്നേ. എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാർ. ഓ എടാ, അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, പിന്നെ ബാർബറ ശിവൻകുട്ടിക്കാണ്. ഓ, അവന് കപ്പലണ്ടി മുട്ടായി ഇഷ്ടാണ് പോലും. എടാ ഇങ്ങനെ ആ അരി കൊല ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വിടവും. ഡാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. അവന്റെ ഒരു 50 ലക്ഷം മാരുതിക്കാറും അവന്റെ ഒക്കെ വിചാരം ഞാനിത് കണ്ടിട്ട് ഓടി വന്നതാന്നാ. കേശവ, നിനക്ക് അവനോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ? എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. അയ്യോ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. ഓ, എന്റെ ഈശ്വര, ഇവരെ ഇനി എങ്ങനെ ഒഴിവാക്ക? എങ്ങനെയെന്ന് വെച്ചാൽ ചിറ്റപ്പൻ തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്റെ കൂടെ വാ. ദാസപ്പ, എന്താ സുരേഷേട്ടാ? ഞാൻ നിന്നെ ഫോണിലൂടെ 1-2 തെറികൾ വിളിച്ചിരുന്നു. അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. അത് നന്നായി. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു. എന്റെ ഇവന്മാരുടെ മുഴുവൻ തുക പലിശ സഹിതം തന്നോളാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതും കൂടി നീ മറന്നു.